ചിലർ നമ്മൾ വീട്ടിൽ നിന്ന് നീര് വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലും, ഡോക്ടർ പറയും ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡ് പറയും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. ആ ഒരു അവസ്ഥയാണ് എൻ്റെത്. പിന്നെ ഞാൻ ഒരു ഡോക്ടർമാരെയും കാണാൻ പോയില്ല. ഇതിനിടയ്ക്ക് ലിസിയിൽ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നല്ല പ്രായമായ ഒരു ഡോക്ടറാണ്, എനിക്ക് തോന്നുന്നു ഒരു 75 വയസ്സെങ്കിലും കാണും. എൻ്റെ സർവീസിൽ ഇങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക, വേറെ വേദനയൊന്നും ഇല്ലല്ലോ, ഇതൊരു ന്യൂസൻസ് ആയിട്ട് എടുത്താൽ മതി, ഒരു ഡിസീസായിട്ട് കാണണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത് ആ രീതിയിൽ അങ്ങ് കണക്കാക്കി മുന്നോട്ട് പോവുക. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു 2018 ഒക്ടോബർ ആയപ്പോൾ എൻ്റെ ഈ കൈ മടങ്ങിയിരിക്കുവാണ്, നിവരുന്നില്ല. ഭയങ്കര വേദന, നിവർത്താൻ പറ്റുന്നില്ല, ഈ കൈ തൊടാൻ പറ്റുന്നില്ല. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് എഴുതേണ്ടി വരും, ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു ഡോക്ടറെ കാണാൻ എനിക്ക് തോന്നി. കാര്യം ഞാൻ 10-14 പേരെ കണ്ട് മടുത്തിരിക്കുവാണ്, ഇനി ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ആ ഡോക്ടറെ ചെന്ന് കണ്ടു. മാതാവിനെയും വിളിച്ചു. ഒക്ടോബർ മാസമാണല്ലേ, എൻ്റെ മാതാവേ ഞാൻ എവിടെയാണ് പോകേണ്ടത്, നീ എനിക്കിത് എന്താണെന്നൊന്ന് കണക്കാക്കിത്താ, മനസ്സിലാക്കിത്താ. ഓങ്കോളജിസ്റ്റ് ഉൾപ്പെടെ സകല ഡോക്ടറും, സർജനെ, ഡെൻറ്റിസ്റ്റിനെ മുഴുവൻ മൊത്തം കണ്ടു, ഫിസിഷ്യനെ ഇനി ആരും കാണാനില്ല. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും എൻ്റെ മാതാവ് ഇപ്പം എനിക്ക് രോഗം മനസ്സിലാക്കി തരണം. ഞാനിതൊരു സഹനമായിട്ട് എടുത്ത് മുന്നോട്ട് പോയി. ഇതുവരെ ഞാൻ വാശി പിടിച്ചില്ല, എനിക്ക് പറ്റത്തില്ല, ഈ ഒക്ടോബറിൽ നീ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ഇങ്ങനെ എന്താണെന്ന് അറിയാൻ പറ്റാതെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ANA നെഗറ്റീവാണ്, RA ഫാക്ടർ നെഗറ്റീവാണ്, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ മാതാവിനോട് ഈശോയോടും പറഞ്ഞു, ഒരു ഡോക്ടർക്കും അറിയത്തില്ലെന്ന് നിങ്ങൾക്കറിയാം, ഞാനിവിടെ നിന്ന് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. കണ്ടുപിടിച്ചേ പറ്റൂ, ഞാനിവിടെ നിന്ന് പോകത്തില്ല, ഡോക്ടർമാരൊന്നും എനിക്ക് വിഷയമില്ല, നിങ്ങൾക്ക് 2 പേർക്ക് ഇത് എന്താണെന്ന് അറിയാം, എനിക്കിനി പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒരു പ്രത്യേക ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഈ രോഗം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ഓരോ സെല്ലിനെ അറ്റാക്ക് ചെയ്യും. നമ്മുടെ സെല്ലിനെ കാണുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തോന്നും, പ്രതിരോധ വ്യവസ്ഥ വിചാരിക്കും ഇത് ഏതോ രോഗാണുവാണെന്ന് വിചാരിച്ചിട്ട് സ്വയം അറ്റാക്ക് ചെയ്യുക. ആദ്യം ചെയ്തത് സലൈവറി ഗ്ലാൻഡിനെയാണ്, അടുത്തായിട്ട് ചെയ്തിരിക്കുന്നത് നെർവസ് സിസ്റ്റത്തിനെയാണ്. വളരെ ഗുരുതരമായ പ്രശ്നമാണ്. നമ്മൾ ഈ കേൾക്കുന്ന പോലെ SLE ലൂപ്പസ് രോഗമോ ഒന്നുമല്ല. അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് സാർക്കോയിഡോസിസ് എന്ന് പറയുന്ന ആർക്കുമില്ലാത്ത 10 ലക്ഷത്തിൽ ഒരാൾക്കുള്ള രോഗമാണ്. 1 ലക്ഷത്തിൽ ഒരാൾക്കാണ് സാർക്കോയിഡോസിസ് ഉള്ളത്. ന്യൂറോ സാർക്കോയിഡോസിസ് എന്ന് പറയുന്ന രോഗമാണ്. എനിക്ക് നെർവസ് സിസ്റ്റത്തിന് വന്നപ്പോഴത്തേക്ക് അത് 10 ലക്ഷത്തിൽ ഒരാൾക്കായി.